യാത്രകൾ മനോഹരമാണ്. ഓരോ യാത്രയും ഓരോ പുതിയ അറിവുകളിലേക്ക് നമ്മെ എത്തിക്കുന്നു. ഓരോ പ്രദേശവും വ്യത്യസ്ത സംസ്കാരങ്ങളെയും വ്യത്യസ്തരായ മനുഷ്യരെയും നമ്മെ പരിചയപ്പെടുത്തുന്നു. ലോകവുമായി നമ്മെ കൂടുതൽ ഇണങ്ങിച്ചേരാൻ സഹായിക്കുന്നു. യാത്രയുടെ മനസ്സറിഞ്ഞൊരാൾക്ക് ഒത്തിരി സന്തോഷവും ഒരുപാട് അനുഭവങ്ങളും നൽകുന്നതാണ് ഓരോ യാത്രയും. ഇന്നൊരു യാത്രാ വിവരണത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. SK പൊറ്റക്കാടിൻ്റെ നൈൽ ഡയറിയെക്കുറിച്ച്. ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നൈൽ ഡയറി കഥാകൃത്ത് 1949 നൈൽ നദിയിലൂടെയും കരമാർഗവും ആഫ്രിക്കയിലൂടെ ഈജിപ്തിലേക്ക് നടത്തിയ ഒരു യാത്രയാണ്. നൈൽ നദിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജീവിതങ്ങൾ കണ്ടും അനുഭവിച്ചും നടത്തിയ യാത്ര. വിഭിന്നമായ ജന്തുസസ്യജാലങ്ങളെയും മനുഷ്യനെക്കുറിച്ചും തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലാണ് കഥാകാരൻ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നൈൽ ഒരു മഹാകാവ്യമാണ് എന്ന് ആമുഖത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നൈൽ നദിയുടെ ചരിത്രവും വർത്തമാനവും വരും കാലങ്ങളെക്കുറിച്ചുമെല്ലാം വാചാലനാകുന്നു. നൈൽ നദിയുടെ ഉത്ഭവസ്ഥാനമായ റിപ്പൺ വെള്ളച്ചാട്ടത്തിനരികിൽ നിന്നാണ് യാത്രാവിവരണം ആരംഭിക്കുന്നത്. വിക്ടോറിയ തടാകത്തിൽ നിന്നും തുടങ്ങുന്ന ഈ വെള്ളച്ചാട്ടത്തിന് 3 മൈലിന് ശേഷം മറ്റൊരു വെള്ളച്ചാട്ടമായ ഓവൻ വെള്ളച്ചാട്ടവുമുണ്ട്. റിപ്പൺ വെള്ളച്ചാട്ടത്തേക്കാൾ മനോഹരമാണ് ഓവൻ വെള്ളച്ചാട്ടം എന്നാണ് SK പറയുന്നത്. കൂടാതെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്ത് ഭാവിയിൽ പണിയാനിരിക്കുന്ന അണക്കെട്ടിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടുന്നുമുണ്ട്. തുടർന്ന് മറ്റൊരു വെള്ളച്ചാട്ടമായ മച്ചിസൺ വെള്ളച്ചാട്ടം കാണാനായി അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങളും നേരിട്ട ബുദ്ധിമുട്ടുകളും മറ്റൊരു രാജ്യത്ത് ഇന്ത്യക്കാരൻ തന്നെയായ ഒരു ഉത്തരേന്ത്യക്കാരനിൽ നിന്നേറ്റ വിവേചനവും പുസ്തകത്തിൽ പറയുന്നു. ആഫ്രിക്കക്കാരായ ഡിങ്കകൾ, ഷെല്യൂക്കുകൾ ഇവരുടെയെല്ലാം ജീവിത രീതികളെയും സ്വഭാവ സവിശേഷതകളെയെല്ലാം കുറിച്ച് കഥയിൽ വിവരിക്കുന്നുണ്ട്. റിപ്പൺ വെള്ളച്ചാട്ടത്തിൽ നിന്നും ആരംഭിച്ച യാത്ര ഖാർത്തൂം സ്റ്റേഷനിൽ അവസാനിക്കുന്നിടത്ത് യാത്രാവിവരണവും അവസാനിക്കുന്നു.